ആമേൻ. ഇത് എങ്ങോട്ട് തിരിക്കുന്നു? ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ? അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ വായിൽ നിന്ന് സ്തോത്രവും ശാപവും. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, ശാപം നിന്നെ രോഗിയാക്കത്തേ ഉള്ളൂ. നിന്നാവാക്കൾ നിന്നെ രോഗിയാക്കത്തേ ഉള്ളൂ. നിന്റെ കൂടെയുള്ളവർ ശക്തി ക്ഷയിച്ചു പോകത്തേ ഉള്ളൂ. അവർക്ക് നിന്നെ മാനേജ് ചെയ്യാൻ പറ്റാതെ വരും. നിന്റെ കൂടെ നിൽക്കാൻ പറ്റാതെ വരും. ഒരു സന്തോഷിക്കാൻ ഒരു വകയില്ലാത്ത ഒരു പകലും നോക്ക്. പൗലോസ് ജയിലിൽ കിടന്നിട്ട് പറയുകയാണ്, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ. ഇന്ന് പകൽ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മളാ തീരുമാനിക്കുന്ന സന്തോഷിക്കണോ വേണ്ടയോ എന്നുള്ളത്. നീ നിരാശപ്പെട്ടിരുന്നാൽ നിനക്ക് നിരാശപ്പെട്ടിരിക്കാനേ നേരം കാണത്തുള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം ഉള്ളതിൽ നീ സന്തോഷിക്കുന്നവനായി തീര്. അനേക കാര്യങ്ങൾ നിനക്ക് സന്തോഷിക്കാനുള്ള നിന്റെ ചുറ്റുപാടുണ്ട്. ഇന്ന് പകൽ അനേകർ അനുഭവിക്കുന്ന പ്രതികൂലം നിനക്കില്ല. നീ അത് ചിന്തിക്ക്. നീ താഴോട്ട് ചിന്തിച്ച് നോക്കിക്കേ. ഇന്ന് എത്ര പേരാ കഷ്ടത അനുഭവിക്കുന്നത്? നിന്നേക്കാൾ പ്രതിസന്ധി അനുഭവിക്കുന്നവർ നിന്റെ സഭയ്ക്കകത്ത് തന്നെ ഉള്ളപ്പോൾ അവർക്കുള്ള സന്തോഷം എന്തുകൊണ്ട് എനിക്കില്ല? അങ്ങനെയെങ്കിൽ എനിക്ക് ആ സന്തോഷം പ്രാപിച്ചുകൂടെ? നീ പകൽക്കാലം തീരുമാനിക്കും പ്രിയമുള്ളവരെ, നീ സന്തോഷമുള്ളവനായി തീരുമോ? നീ സന്തോഷിക്കാനാണ് ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ഗ്ലോറി. അവര് പറയുക, ഈ കൂടെയുള്ളവർ പറയുക, ഇസ്രായേലിൽ ശവക്കുഴിയില്ലായിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ താഴ്ന്നു പോകുന്ന ഒത്തിരി വാക്കുകൾ പറഞ്ഞപ്പോൾ അവരോടുകൂടെ ഒരു നിമിഷം പതറിപ്പോയിരുന്നു എങ്കിൽ ആമേൻ, മോശയ്ക്ക് ഈ വിജയം കാണാൻ പറ്റത്തില്ലായിരുന്നു. സ്തോത്രം. മോശ വിളിച്ചവനെ ഓർത്തു, ഇറക്കിയവനെ ഓർത്തു, ആമേൻ, അത്ഭുതം നടത്തിയവനെ ഓർത്തു, ആമേൻ, 10 ബാലകളിൽ കൂടെ നിന്നവനെ ഓർത്തു, ആമേൻ, മാറെ മധുരമാക്കിയവനെ ഓർത്തു, ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മൾ ഓർക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പ്രവർത്തിച്ച അനുഗ്രഹങ്ങളെ ഓർത്താൽ നമുക്കിത് പറയാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് വേണ്ടി ഇത്രത്തോളം നടത്തിയെങ്കിൽ ഇനി നടത്തുവാൻ ദൈവം ശക്തനത്രേ. ഹല്ലേലൂയ. ഇവരെല്ലാം മോശയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ദൈവം സംസാരിക്കാൻ കേൾക്കാൻ പറ്റിയ ഒരു ടൈമും അല്ല. കാരണം എല്ലാവരും മോശ ഇപ്പൊ കൊല്ലുന്ന ദേഷ്യത്തിൽ നിൽക്കുക. കാരണം അവർ നോക്കുമ്പോൾ മുൻപിൽ വഴിയില്ല, പിൻപിലും മതിലടഞ്ഞു. മോശ ഒരു വാക്ക് പറയാൻ തീരുമാനിച്ചു. എന്തായിരുന്നു ആ വാക്ക്? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മോശ എന്ന് പറഞ്ഞത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്ത് തിയറിയിലാണ് മോശ എന്ന് പറഞ്ഞത്? കാരണം ഇന്ന് കണ്ട ഇസ്രായേൽ മക്കളെ കാണാൻ എന്ന് പറഞ്ഞ എളുപ്പമാണ്. കാരണം മുമ്പിൽ എന്തോ ഈ പിൻപിലും മുൻപിലും പ്രശ്നം നിൽക്കുമ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഭയപ്പെടേണ്ടതാണ്. അല്ലേ? ഭയന്ന് പോയാൽ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റത്തില്ല. ഇന്ന് പകൽ നീ ഭയത്തോടാണ് വിളിക്കുന്നത്. ആദ്യം നിന്ന് മാറിക്കൊള്ളുന്ന ഭയം, ജീവിതത്തെ കുറിച്ചുള്ള ഭയം, രോഗം വരുമെന്നുള്ള ഭയം, ഈ രോഗം നിന്നെ രോഗിയാക്കി തീർക്കുമോ എന്നുള്ള ഭയം, ഇതെല്ലാം കൂടെ വന്ന് നിന്നെ ബന്ധിച്ചു വെക്കുമോ എന്നുള്ള ഭയം. പ്രിയമുള്ളവരെ, ഭയമല്ല വേണ്ടത്. ഇന്ന് പകൽക്കാലം നീ ഏത് ദുരിതം പറയാൻ ആഗ്രഹിക്കുന്നത്? ഇന്ന് പകൽ വേണം നിരാശയുടെ വാക്ക് പറയാൻ, അനുഗ്രഹത്തിന്റെ വാക്ക് പറയാൻ. പക്ഷെ നിരാശയുടെ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മോശയ്ക്ക് ഈ ചെങ്കടൽ പുലർത്തുന്നത് കാണാൻ കഴിയത്തില്ലായിരുന്നു. മോശ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി. കാരണം ചെങ്കടലിൽ രണ്ടായി വിഭജിക്കുന്നത് മോശയ്ക്ക് അറിയത്തില്ല. മോശ ഇന്നവരൊക്കെ അത്ഭുതം കണ്ടിട്ടില്ല. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, നിങ്ങൾക്ക് വേണ്ടി ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കുമെന്നാണോ മോശ പറഞ്ഞത്? അല്ല, മോശ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ മോശ ഒരു കാര്യം ഒന്നുമല്ലെങ്കിലും എന്റെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മളെ ഈ പ്രതികൂലത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ആ പോസിറ്റീവായ വാക്കാണ് ദൈവം പ്രവൃത്തിയായി വ്യാപരിക്കാൻ. മോശ
കാര്യം എന്താണെന്നറിയാമോ? നമ്മളൊന്നും പറയാൻ കഴിയാത്ത വാക്ക പറഞ്ഞത് ഇന്നും കണ്ട മിസ്രയീമിനെ കാണുകയെന്ന് പറഞ്ഞിരുന്ന പക്ഷെ മോശം പറഞ്ഞു ഒരു നാൾ. ആമേൻ. സ്തോത്രം.